വേൾഡ് ഹൈപ്പർ ടെൻഷൻ ഡേയോടനുബന്ധിച്ച് തിരുവനന്തപുരത്ത് നിന്നും നമുക്കൊപ്പം ചേരുന്നു രക്തസമ്മർദ്ദം നിയന്ത്രിക്കുന്നത് വഴിയുള്ള ഹൃദയാരോഗ്യത്തിനെ പറ്റി സംസാരിക്കുവാൻ ഡോക്ടർ കൃഷ്ണകുമാർ. ഡോക്ടർ, എന്താണ് ഹൈപ്പർ ടെൻഷൻ? എങ്ങനെയാണ് അത് അപകടകരമാകുന്നത്? സാധാരണഗതിയിൽ ഒരു പ്രഷർ കാണും. ആ പ്രഷർ ക്രമാതീതമായി വർദ്ധിക്കുന്ന ഒരവസ്ഥയാണ് ഹൈപ്പർ ടെൻഷൻ എന്ന് വിളിക്കുന്നത്. ഹൈപ്പർ ടെൻഷൻ ഉണ്ടാകുന്നതിനോടൊപ്പം തന്നെ പ്രഷർ കൂടുന്നതിനൊപ്പം തന്നെ പല അവയവങ്ങൾക്കും പല രീതിയിലുള്ള ഡാമേജ് സാധ്യത വളരെ കൂടുതലാണ്. ഉദാഹരണം, കണ്ണിന് പ്രശ്നം ഉണ്ടാകാം, കിഡ്നിക്ക് പ്രശ്നം ഉണ്ടാകാം, തലച്ചോറിന് ഹൃദയാഘാതം ഉണ്ടാകാം, ഹാർട്ട് ഫെയിലിയർ ഉണ്ടാകാം. അങ്ങനെ പല അവയവങ്ങൾക്ക് പ്രശ്നം ഹൈപ്പർ ടെൻഷൻ കാരണം ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. അതുമൂലം നമുക്ക് മരണം വരെ സംഭവിക്കാവുന്നതാണ്. അതുകൊണ്ടാണ് അത് വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു റിസ്ക് ഫാക്ടർ ആണെന്ന് പറയാൻ കാര്യം. ഡോക്ടർ, എന്തുകൊണ്ടാണ് ഹൈ ബ്ലഡ് പ്രഷർ ഉണ്ടാകുന്നത്? സാധാരണഗതിയിൽ ബ്ലഡ് പ്രഷർ പല കാരണങ്ങളാൽ കൂടാം. സ്ട്രോങ് ആയിട്ടുള്ള ഫാമിലി ഹിസ്റ്ററി ഉണ്ടെങ്കിൽ, അല്ലെന്നുണ്ടെങ്കിൽ നമുക്കിപ്പം ഉപ്പ് കൂടുതൽ കഴിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ, എക്സസൈസ് ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ നമുക്ക് സാധാരണഗതിയിൽ പ്രഷർ കൂട്ടാൻ കാരണമാകുന്നു. ജനിച്ചാൽ സാധാരണ കൊഴുപ്പ് രക്തക്കൊള്ളിൽ അടിഞ്ഞു കൂടുന്ന ഒരു പ്രക്രിയ നമ്മുടെ മരണം വരെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. കാലക്രമേണ ഒരു കുഴലിന്റെ അകത്ത് കൊഴുപ്പ് അടിഞ്ഞു കൂടുമ്പോൾ അതിന്റെ അകത്തുള്ള രക്തം അല്ലെങ്കിൽ അഥവാ ഒഴുകുന്ന ലിക്വിഡിന്റെ പ്രഷർ കൂടുന്നത് സ്വാഭാവികമാണ്. ഇതിനെ നമ്മൾ സാധാരണ പ്രൈമറി ഹൈപ്പർ ടെൻഷൻ പറയും. സെക്കൻഡറി ഹൈപ്പർ ടെൻഷൻ എന്ന് പറഞ്ഞ വേറൊരു വകഭേദമുണ്ട്. അതെന്ന് പറഞ്ഞാൽ ഉദാഹരണത്തിന് കിഡ്നിക്ക് അസുഖമുണ്ട്, അല്ലെങ്കിൽ ഫിയോക്രോമോസൈറ്റോമ മുതലായ രോഗങ്ങൾ ഉണ്ട്. അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ വേറെ അവയവങ്ങൾ മൂലമുണ്ടാകുന്ന കാരണങ്ങളാണുള്ളത് സെക്കൻഡറി ഹൈപ്പർ ടെൻഷൻ എന്ന് അറിയപ്പെടുന്നത്. ഡോക്ടർ, നമ്മുടെ രാജ്യത്ത് ഹൈ BP ഉള്ള ആളുകളുടെ എണ്ണം വർദ്ധിച്ചു വരികയാണോ? ഹൈപ്പർ ടെൻഷൻ കാരണം ഉണ്ടാകുന്ന കോമൺ റിസ്ക് ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്? നമ്മൾ സാധാരണഗതിയിൽ പ്രൈമറി ഹൈപ്പർ ടെൻഷൻ എടുത്തു കഴിഞ്ഞാൽ അതാണ് നമുക്ക് കൂടുതലും പ്രിവെന്റ് ചെയ്യാൻ പറ്റുന്നതും നമുക്ക് അറിയേണ്ടതുമായിട്ടുള്ളത്. പ്രൈമറി ഹൈപ്പർ ടെൻഷൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് സാധാരണഗതി ഒബീസിറ്റി, വണ്ണക്കൂടുതൽ, അമിത ആഹാരം കഴിക്കൽ, അതിൽ പ്രത്യേകിച്ച് ഉപ്പിന്റെ അളവും കൊഴുപ്പിന്റെ അളവും കൂടുതലാണെന്നുണ്ടെങ്കിൽ, പിന്നെ നടത്തയും മറ്റും വളരെ കുറവാണെന്നുണ്ടെങ്കിൽ, ജങ്ക് ഫുഡ് കൂടുതൽ കഴിക്കുന്നുണ്ടെങ്കിൽ, അതുപോലെ തന്നെ ജനിതകമായ ഘടകങ്ങൾ അച്ഛനമ്മമാർക്ക് അല്ലെങ്കിൽ നമ്മുടെ സഹോദരങ്ങൾക്ക്, ഫസ്റ്റ് ഡിഗ്രി റിലേറ്റീവ്സുകൾക്ക് തുടങ്ങിയവർക്ക് പ്രഷർ ഉണ്ടെങ്കിൽ നമുക്കുണ്ടാകാനുള്ള സാധ്യത. ഈ തരം റിസ്ക് ഫാക്ടേഴ്സ് ആണ് യൂഷ്വലി ഹൈപ്പർ ടെൻഷന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു കാരണമായിട്ട് കാണുന്നത്. ഡോക്ടർ, ഹൈപ്പർ ടെൻഷൻ ഉണ്ടാകുന്നതിന്റെ ലക്ഷണങ്ങൾ എന്തെല്ലാം ശ്രദ്ധിച്ചുകൊണ്ടാണ് ഒരു ഡോക്ടർ കൺസൾട്ടേഷൻ എപ്പോഴാണ് നമ്മൾ എടുക്കേണ്ടത്? സൈലന്റ് കില്ലർ എന്നാണ് ഹൈപ്പർ ടെൻഷൻ യൂഷ്വലി അറിയപ്പെടുന്നത്. ഒരു സിംറ്റവും കൂടാതെ നമുക്ക് അവസാന സ്റ്റേജിൽ കണ്ടുപിടിക്കുമ്പോൾ ഡാമേജ് ഉണ്ടാക്കിയിരിക്കും. എന്നാൽ കൂടിയും നമുക്ക് ചില വളരെ സട്ടിൽ ആയിട്ടുള്ള സിംറ്റംസ് ചില പേഷ്യൻസിന് കാണാവുന്നതാണ്. തലചുറ്റൽ വരിക, അല്ലെങ്കിൽ തലയുടെ പിൻഭാഗത്ത് വേദന വരിക, തല കറക്കം വരിക, ഛർദി വരിക, ഫ്രീക്വന്റ് ആയിട്ട് നമുക്ക് നടക്കുമ്പോൾ കിതപ്പ് തോന്നുക തുടങ്ങിയ സിംറ്റംസ് നമുക്ക് നിസാരവൽക്കരിക്കാൻ പറ്റുന്നതല്ല. അപ്പൊ ഇത്തരത്തിലുള്ള സിംറ്റംസ് ഉള്ളവർ തീർച്ചയായിട്ടും ഒരു ഡോക്ടറെ കണ്ടുപോയി BP എടുക്കണം. ആ സിംറ്റംസ് വരുന്നത് കാത്തിരിക്കേണ്ട. എല്ലാ വർഷവും ഒരിക്കലെങ്കിലും ഒരു 20 വയസ്സ് കഴിഞ്ഞാൽ റെഗുലർ ആയിട്ട് ഒരു ഡോക്ടറെ കണ്ടോ അല്ലാതെയോ ബ്ലഡ് പ്രഷർ ചെക്ക് ചെയ്യാൻ നോക്കേണ്ടത് ആവശ്യമാണ്. ഡോക്ടർ, ഹൈ BP, ലോ BP ഇത് നേരത്തെ തന്നെ കണ്ടെത്തുന്നതിന്റെ പ്രാധാന്യം എന്താണ്? ഈ ബ്ലഡ് പ്രഷർ വളരെ കൂടി നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിലെ പ്രധാനപ്പെട്ട പല അവയവങ്ങൾക്കും ഡാമേജ് ഉണ്ടാക്കുന്നു. കിഡ്നി പ്രശ്നം മുതലായ പ്രശ്നങ്ങൾ നമ്മൾ അറിയാതെ തന്നെ പ്രഷർ ഉള്ളവർക്ക് കൂടിക്കൊണ്ടേയിരിക്കുന്നു. പിന്നെ ഒരു കാര്യം ഹാർട്ടിനാണ്. ഹാർട്ടിന് ആക്ച്വലി ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകാം, ഹാർട്ട് ഫെയിലിയർ ഉണ്ടാക്കാം, ഹാർട്ടിന്റെ മസിൽസിന് ഡാമേജ് ഉണ്ടാക്കാം. ഈ വക പ്രഷർ കൺട്രോൾ ചെയ്താൽ ഇത്തരത്തിലുള്ള ഡാമേജ് നമുക്ക് ഒരു പരിധി വരെ പ്രിവെന്റ് ചെയ്യാൻ പറ്റുന്നതാണ്. തലച്ചോറിനാകട്ടെ ബ്ലഡ് പ്രഷർ കൂടിയിരുന്നാൽ സ്ട്രോക്ക് അഥവാ രക്തസമ്മർദ്ദം മൂലമുള്ള പക്ഷാഘാതം, കണ്ണിന് കാഴ്ച നഷ്ടപ്പെടാം. പ്രഷർ കൂടുന്ന വഴി മൊത്തത്തിൽ പല അവയവങ്ങൾക്കും നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകാം. അതുകൊണ്ടാണ് നമ്മൾ നേരത്തെ ബ്ലഡ് പ്രഷർ ചികിത്സിക്കേണ്ട ആവശ്യത്തെ പറ്റി നമ്മൾ അറിയേണ്ടതും അത് ചികിത്സിക്കും. ഡോക്ടർ, എന്താണ് ഹൈപ്പർ ടെൻഷൻ? എങ്ങനെയാണ് അത് അപകടകരമാകുന്നത്? സാധാരണഗതിയിൽ ഒരു പ്രഷർ കാണും. ആ പ്രഷർ ക്രമാതീതമായി വർദ്ധിക്കുന്ന ഒരവസ്ഥയാണ് ഹൈപ്പർ ടെൻഷൻ എന്ന് വിളിക്കുന്നത്. ഹൈപ്പർ ടെൻഷൻ ഉണ്ടാകുന്നതിനോടൊപ്പം തന്നെ പ്രഷർ കൂടുന്നതിനൊപ്പം തന്നെ പല അവയവങ്ങൾക്കും പല രീതിയിലുള്ള ഡാമേജ് സാധ്യത വളരെ കൂടുതലാണ്. ഉദാഹരണം, കണ്ണിന് പ്രശ്നം ഉണ്ടാകാം, കിഡ്നിക്ക് പ്രശ്നം ഉണ്ടാകാം, തലച്ചോറിന് ഹൃദയാഘാതം ഉണ്ടാകാം, ഹാർട്ട് ഫെയിലിയർ ഉണ്ടാകാം. അങ്ങനെ പല അവയവങ്ങൾക്ക് പ്രശ്നം ഹൈപ്പർ ടെൻഷൻ കാരണം ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. അതുമൂലം നമുക്ക് മരണം വരെ സംഭവിക്കാവുന്നതാണ്. അതുകൊണ്ടാണ് അത് വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു റിസ്ക് ഫാക്ടർ ആണെന്ന് പറയാൻ കാര്യം. ഡോക്ടർ, എന്തുകൊണ്ടാണ് ഹൈ ബ്ലഡ് പ്രഷർ ഉണ്ടാകുന്നത്?
സാധാരണഗതിയിൽ ബ്ലഡ് പ്രഷർ പല കാരണങ്ങളാൽ കൂടാം. സ്ട്രോങ് ആയിട്ടുള്ള ഫാമിലി ഹിസ്റ്ററി ഉണ്ടെങ്കിൽ, അല്ലെന്നുണ്ടെങ്കിൽ നമുക്കിപ്പം ഉപ്പ് കൂടുതൽ കഴിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ, എക്സസൈസ് ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ നമുക്ക് സാധാരണഗതി പ്രഷർ കൂട്ടാൻ കാരണമാകുന്നു. ജനിച്ചാൽ സാധാരണ കൊഴുപ്പ് രക്തക്കുഴലിൽ അടിഞ്ഞു കൂടുന്ന ഒരു പ്രക്രിയ നമ്മുടെ മരണം വരെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. കാലക്രമേണ ഒരു കുഴലിന്റെ അകത്ത് കൊഴുപ്പ് അടിഞ്ഞു കൂടുമ്പോൾ അതിന്റെ അകത്തുള്ള രക്തം അല്ലെങ്കിൽ അഥവാ ഒഴുകുന്ന ലിക്വിഡിന്റെ പ്രഷർ കൂടുന്നത് സ്വാഭാവികമാണ്. ഇതിനെ നമ്മൾ സാധാരണ പ്രൈമറി ഹൈപ്പർ ടെൻഷൻ എന്ന് പറയും. സെക്കൻഡറി ഹൈപ്പർ ടെൻഷൻ എന്ന് പറഞ്ഞ വേറൊരു വകഭേദമുണ്ട്. അതെന്ന് പറഞ്ഞാൽ ഉദാഹരണത്തിന് കിഡ്നിക്ക് അസുഖമുണ്ട്, അല്ലെങ്കിൽ ഫിയോക്രോമോസൈറ്റോമ മുതലായ രോഗങ്ങൾ ഉണ്ട്. അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ വേറെ അവയവങ്ങൾ മൂലമുണ്ടാകുന്ന കാരണങ്ങളാണുള്ളത് സെക്കൻഡറി ഹൈപ്പർ ടെൻഷൻ എന്നറിയപ്പെടുന്നത്. A public awareness initiative for blood pressure control.